ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ അതുപോലെ തന്നെ മോർണിംഗിലും കൂടെ കൂട്ടിയിട്ടുള്ള ചെറിയൊരു റൊട്ടീൻ വ്ളോഗ് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നാളെ ദോശയ്ക്കുള്ള അരി അരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. ഇപ്പോൾ പിന്നെ എന്താ പറയുക, മഴയൊന്നുമില്ല. അതായത് ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല, വെയിലായിട്ട് തന്നെ കേട്ടോ കിടക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ഈ നമ്മുടെ പൂച്ചെടിയുടെ വലിയ പൂമരത്തിൻ്റെ ആ നഖം വെക്കുമല്ലോ നമ്മളൊക്കെ കുട്ടിയാകുമ്പോൾ നഖം വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സാധനം കൊണ്ട് ഉണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോൾ ഞാനത് അവൾക്ക് വെച്ച് കൊടുക്കണം, അവിടെ നിന്ന് ചാടണം, പിന്നെയും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൾ ശരിയായില്ലെന്ന് പറഞ്ഞ് കുറച്ചും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ച് വരുന്നതിൻ്റെ ഇടയിൽ വെയിറ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ഞാനൊരു 3-4 മന്ത്സ് കൊണ്ട് പെട്ടെന്ന് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നത്. വളരെ വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് വെയിറ്റ് കൂടിയത്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ടൈമിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു കണ്ട ഡെലിവറി കഴിഞ്ഞൊന്നും തോന്നില്ല, അതായത് ഒട്ടും വെയിറ്റ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നോർമലി ഇതിന് മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്നുള്ളൊരു വെയിറ്റ് ജേണി ആയിരുന്നു കേട്ടോ എൻ്റെത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഒരു 6:10 ടൈമിൽ വിളക്ക് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പ്രാർത്ഥനയും അതൊക്കെ കഴിഞ്ഞ് മോൾക്ക് നേരെ ഭസ്മൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ രാമായണ സീരിയൽ വെച്ചിട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് അങ്ങനെ രാമായണം തുടങ്ങിയതിന് ശേഷം അത് ദിവസം ഈവനിങ് ടൈം ആകുമ്പോൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ മോൾക്ക് പാലും എനിക്ക് കോഫിയും പാടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അത്ര തന്നെ ഉള്ളൂ ഈവനിങ്ങിലേതായിട്ടുള്ളത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മോർണിംഗത്തെ കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇന്നലെ അരച്ച് വെച്ച ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം ദോശമാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നേരെ ദോശയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫുള്ള് കോക്കനട്ട് ഓയിലാട്ടോ ദോശ ഉണ്ടാക്കുക, ഇടയ്ക്ക് ചേഞ്ച് ആക്കിയിട്ട് അത് നെയ്യിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ദോശ ചുടാൻ വേണ്ടിയിട്ട് വെറും നെയ്യാട്ടോ എടുത്തത്. അപ്പോൾ നെയ്യ് യൂസ് ചെയ്തിട്ട് ദോശയൊക്കെ ചുട്ടെടുത്തു കേട്ടോ. കാരണം പിന്നെ മോൾ എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ എഴുന്നേക്കാൻ ചില ഡേയ്സ് അത്യാവശ്യം വൈകും, ചില ഡേയ്സ് അതിന് വേണ്ടിയിട്ട് നേരത്തെയും എഴുന്നേക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ജോലികളും അപ്പോഴത്തേക്കിനും കംപ്ലീറ്റ് ആക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്ത് ദോശ ചുടൽ കഴിഞ്ഞിട്ട് നേരെ സമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് ഉള്ളി സമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ട് 2 സവാളയായിട്ട് എടുത്തത്, ഒരു മീഡിയം സൈസ്, ഒന്ന് കുറച്ച് വലുതുമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചട്ടി വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. അതായത് ഇതിലേക്ക് എന്തുകൊണ്ട് നല്ലത് കോക്കനട്ട് ഓയിലാട്ടോ, ടേസ്റ്റ് കിട്ടുക, എന്നാലും കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ കുഴഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തണുക്കാൻ വയ്ക്കുക കേട്ടോ. കാരണം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കത് പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായ വെക്കേണ്ടായിരുന്നു, അപ്പോൾ ചായയും വെച്ചു. പിന്നെ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് അരച്ചെടുത്തതിന് ശേഷം കേട്ടോ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്താൽ സൂപ്പറായിട്ടോ. അപ്പോൾ ഓക്കെ.